ഈ മോട്ടറാഡിൻ്റെ റേഞ്ചർ കഴിഞ്ഞ വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് പേര് ചോദിച്ച ചോദ്യമാണ് ഇത് എങ്ങനെയാണ് ഓണാക്കുന്നത്, ഇതിൻ്റെ സെറ്റപ്പൊക്കെ എന്താണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ്. നമുക്ക് ഇതുപോലൊരു കീ വരും. ആ കീ നമ്മൾ ഇവിടെ ഇഗ്നീഷനിലേക്ക് ഇടുക, ഓണാക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ബാറ്ററിയുടെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ഇത് ഓൺ ആയിരിക്കണം. നമ്മളിവിടെ കീ ഓണാക്കി. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ പവർ സ്വിച്ച് വരുന്നുണ്ട്. പവർ സ്വിച്ച് വരുന്നത് ഇതിൻ്റെ അടിയിലായിട്ടാണ്. നമ്മൾ ജസ്റ്റ് ഇത് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്പ്ലേ ഓൺ ആവും. ഇനി ഈ സ്വിച്ചിൽ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇത് നമ്മുടെ ലൈറ്റിൻ്റെ സ്വിച്ചാണ്. നമ്മൾ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഓൺ ആവും, കണ്ടില്ലേ? ഇനി ഇത് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ആവും. ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ചാണ്. പിന്നീട് വരുന്നത് ഇത് ഹോണിൻ്റെ സ്വിച്ചാണ്. ഇവിടെ നമുക്ക് മോഡുകൾ ചേഞ്ച് ചെയ്യാൻ, അതായത് ഇതിനകത്ത് ഡിസ്പ്ലേയിൽ നമുക്ക് ഓഡോമീറ്റർ, ട്രിപ്പ് മീറ്റർ, പിന്നെ ഇതിനകത്ത് എത്ര വോൾട്ടേജ് ഉണ്ട്, കറണ്ട് എത്രയുണ്ട്, എത്ര എടുക്കുന്നു, സ്പീഡ് എത്രയാണ്, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോഡ് സ്വിച്ച് ഓരോ പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് വ്യത്യാസം വരും. പിന്നെ ഇവിടെ മൈനസ് ബട്ടണും ഈ പ്ലസ് ബട്ടൺ നമുക്ക് ഒരു പ്രാവശ്യം നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1 ആവും. അത് കഴിഞ്ഞ് വീണ്ടും 2, 3, 4, 5. ഇത് പെഡൽ അസിസ്റ്റ് ആണ്. പെഡൽ അസിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൈക്ലിംഗ് ചെയ്യുമ്പോൾ, ചവിട്ടുമ്പോൾ, ആക്സിലറേറ്ററിലല്ല, ചവിട്ടുമ്പോൾ നമുക്ക് മോട്ടറിൽ നിന്നൊരു പവർ കിട്ടും. ആ പവർ എത്രത്തോളം വേണമെന്നാണ്, ആ സ്പീഡ് എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെഡൽ അസിസ്റ്റ്. ഇതിൽ ഈ മൈനസ് ബട്ടണിൽ ഞെക്കിക്കഴിഞ്ഞാൽ അത് നേരെ താഴേക്ക് പോകും, സീറോയിലേക്ക് പോകും. സീറോയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആക്സിലറേറ്ററും വർക്ക് ചെയ്യത്തില്ല, പിന്നെന്താണ്, പെഡൽ അസിസ്റ്റും വർക്ക് ചെയ്യത്തില്ല. ഈ മൈനസിൽ നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വാക്ക് മോഡ് ഓൺ ആവും. ഈ പി എന്ന് എഴുതിയിരിക്കുന്ന വാക്ക് മോഡ്, അത് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് മൈനസ് ബട്ടണിൽ പിടിച്ച് കഴിഞ്ഞാൽ ഇത് ഓൺ ആവും. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൈക്കിള് തള്ളാൻ വേണ്ടിയിട്ട് വേറൊരാളുടെ ആവശ്യമില്ല, സൈക്കിൾ സ്വയം തള്ളിക്കോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വാക്ക് മോഡ്. നമ്മൾ നടക്കുമ്പോൾ കൂടെ സൈക്കിള് പതുക്കെ നമ്മുടെ കൂടെ വരും. അത് ബ്രേക്ക് പിടിച്ചാൽ കട്ടാവും. ഇനി ഇതിനകത്ത് ക്രൂയിസ് മോഡ് എന്ന് പറയുന്നൊരു മോഡുണ്ട്. അത് നമ്മൾ ഈ ആക്സിലറേറ്റർ ഫുള്ള് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം മൈനസ് ബട്ടണും കൂടെ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ക്രൂയിസ് മോഡ് ആക്റ്റീവ് ആവും. അപ്പോൾ പിന്നെ ആക്സിലറേറ്റർ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയാണ് ഈ ഡിസ്പ്ലേയിലുള്ള കാര്യങ്ങൾ. ഈ ഗിയർ എന്തിനാണ് തന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെഡൽ ചെയ്യുമ്പം, ഇവിടെയാണ് ആ ഗിയർ വരുന്നത്. പെഡൽ ചെയ്യുമ്പം നമുക്ക് വലിയ കയറ്റത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ വലിയ പല്ലിലേക്ക് ഇട്ടിട്ട് ഇവിടെ പെഡൽ അസിസ്റ്റ് ഒരു 5ലേക്ക് വിട്ട് കഴിഞ്ഞാൽ എത്ര വലിയ കയറ്റമാണെങ്കിലും നമുക്ക് പതുക്കെ കാലിറക്കി കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ റേഞ്ചറിൻ്റെ ഡിസ്പ്ലേയിലും ഇത് ഓണാക്കുന്ന രീതിയൊക്കെ. അപ്പോൾ ഇതിൻ്റെ സംശയങ്ങൾ തീർന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അഥവാ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി.